തന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഫുഡിൻ്റെ കാര്യത്തിലായിരുന്നു. ഒരു പാസ് അടിക്കണമായിരുന്നു. ഞാൻ കിട്ടിയോന്ന് എനിക്കറിയത്തില്ല. അകത്തേക്ക് പാസ് തന്നിട്ട് ഒരു മീഡിയയ്ക്ക് ഒരു പാസ് സോ ദാറ്റ് ഒരാൾക്ക് കഴിക്കാം എന്നുള്ള രീതിയിലാണ് ആ ലിസ്റ്റ് ഞാൻ ചോദിച്ചതും അങ്ങനെ ലിസ്റ്റ് തന്നതും അതിന് വേണ്ടിയിട്ടാണ് ആ പാസ് അടിച്ചത്. പാസ് കണ്ടായിരുന്നോന്നല്ല ഇല്ല, അത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പാസ്. പക്ഷേ ഈ ലിസ്റ്റിന്റെ കാര്യം എനിക്കറിയില്ല. ഞാൻ ഭക്ഷണം കൊടുക്കണം എന്നാണ് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും രാവിലെ ഹാൻഡിൽ ചെയ്ത്. പിന്നെയാണ് നിങ്ങൾ ചോദിച്ച ലിസ്റ്റിന്റെ കാര്യം എന്താന്ന് നോക്കുന്നത്. അതാണ് എനിക്ക് മനസ്സിലാകാത്ത. അപ്പോഴത്തേക്ക് നിങ്ങൾ പറയുന്നത് നമ്മൾ ഭയങ്കര വിഷമമായി പോയി നമുക്ക്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളടുത്ത് ഈ ക്യാമറയിൽ കാണുന്ന ആൾക്കാർ കാണാത്തൊരു ഭാഗമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ക്യാമറ താഴ്ത്തി തരുമെന്ന് ഞാൻ നിങ്ങളോട് സോറി ചോദിച്ചു, സംസാരിച്ചു. കാരണം നിങ്ങൾ എല്ലാവരും എനിക്കറിയാം. പിന്നെ ഈ മോർ ദാൻ മീഡിയ എന്ന് വെച്ചാൽ ഇതിൽ പലരുമായിട്ട് പേഴ്സണൽ അടുപ്പമുള്ള ഒരാളാണ് ഞാൻ, അല്ലേ? പേഴ്സണലായിട്ട് ഒരു അടുപ്പമുള്ള ഒരാളാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ അത് നമുക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അങ്ങനെ ഈ പുറത്തുനിന്ന് കണ്ട് സംസാരിക്കുന്ന ആൾക്ക് എന്ത് സംസാരിക്കും, പക്ഷെ നമ്മുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നം അതല്ല. അതിന് ആൾക്കാർ സംസാരിച്ച് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കിയപ്പോൾ ഇന്ന് രാഹുൽ വിളിച്ചു നിങ്ങളെ കല്യാണം. ഇത് രാഹുലിൻ്റെ ഫംഗ്ഷനാണ്. ഞാനാണ് അതെന്നുള്ളത് എനിക്കൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ തന്നെയല്ലേ നിങ്ങളുടെ എല്ലായിടത്തും പറഞ്ഞത് നിങ്ങൾ വരണം, നമുക്ക് ഭക്ഷണം കഴിക്കാം, നമുക്ക് സംസാരിക്കാം, നമുക്ക് എല്ലാം കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ തന്നെയല്ലേ വിളിച്ചേ. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു നമ്മൾ എത്ര നാളായോ നമ്മൾ കാണാൻ ഇല്ല എന്നെങ്കിലും ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? വിളിച്ചു വരുത്തിയിട്ട് നമ്മുടെ കല്യാണം ഹൈപ്പ് തരൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിച്ചു വരുത്തി. ആക്ച്വലി പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങളാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തത് നിങ്ങളാണെന്നോ നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രശ്നം ഇതെല്ലാം കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ നമ്മുടെ കല്യാണമായി നമ്മുടെ മീഡിയയ്ക്ക് ഗ്രൂപ്പിൽ ലിസ്റ്റ് ഇട്ടിട്ട് മീഡിയയ്ക്ക് കവർ ചെയ്യാനാണെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതാണ്. അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റാണെന്ന് ആ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടില്ല. എൻ്റെ അറിവിൽ അത് ഭക്ഷണത്തിന് ആ ഒരു പാസ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് കഴിക്കാം, ഒരു മീഡിയയ്ക്ക് ഒരു പാസ്. അല്ല നമുക്കും ഈ ഭക്ഷണത്തിന്റെ കൗണ്ട് എടുക്കണ്ടേ? നിങ്ങൾ ആരും കഴിച്ചില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങൾ സാധാരണ ഗ്രൂപ്പിലെ അങ്ങനെ കൗണ്ട് ചെയ്യുന്നത് കല്യാണത്തിന് സാനിഫ് എടുക്കാറുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് എൻട്രി എടുക്കാനുള്ള ഇതായിട്ട് ഞങ്ങൾക്ക് മീഡിയക്ക് പ്രത്യേക സ്ഥലം തരാറുണ്ട്. ജിപിയുടെ കല്യാണത്തിനായാലും അങ്ങനെയാണ്. ഞങ്ങൾ അങ്ങനെ വിചാരിച്ച് ഇത്രയും മീഡിയ വന്നത്. പക്ഷെ മഴ നനഞ്ഞിട്ട് പോലും ഞങ്ങളെ അവിടെ പോലും നിർത്തുന്നുണ്ടായിരുന്നില്ല. ഇതൊന്നും നമ്മൾ അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്താന്ന് ചോദിച്ചാൽ ഈ കാര്യമില്ലേ, നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഇത് ഞാൻ അന്വേഷിച്ചു. ഇന്നലെ എൻ്റെ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്കൊരു സ്ക്രീൻഷോട്ട് തന്നു. എൻ്റെ ഫോൺ മുകളിലാണ് എനിക്കൊരു സ്ക്രീൻഷോട്ട് തന്നു. അതായത് ഇന്ന് ശ്രീവിദ്യയുടെ കല്യാണം നടക്കാണ്, നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്നതാണെന്നും പറഞ്ഞ് എനിക്ക് രാജേട്ടൻ അയച്ചതാണ്. രാജേട്ടൻ നമ്മുടെ രാജേട്ടൻ പറഞ്ഞു ഇതാണ് ഞാൻ അയച്ചത്, ഇന്ന ഡേറ്റിന് കല്യാണമാണ്, അകത്ത് കവർ ചെയ്യാൻ സമ്മതിക്കില്ല, നിങ്ങൾക്ക് വരുന്ന ആർട്ടിസ്റ്റുകളുടെ എൻട്രി ഞങ്ങളുടെ രണ്ടുപേരുടെ എൻട്രി ആണ്, നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പുള്ളി ഗ്രൂപ്പിലിട്ട സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നു. കാരണം എനിക്കതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്, അല്ലേ? എനിക്ക് നിങ്ങളങ്ങനെ ഹേർട്ട് ചെയ്തു എന്നുള്ളതിൽ പുറത്തെ ആൾക്കാർ എന്ന് പറയട്ടെ, മൂന്നാമത്തെ ആൾക്ക് അഭിപ്രായം പറയാൻ എളുപ്പമാണ്. ഇത് നമ്മളും നിങ്ങളും തമ്മിലുള്ള പറയുന്നതിൻ്റെ അത്രയും പ്രശ്നമില്ലാത്തൊരു കാര്യമാണ്. PR വർക്കിന് ഉപയോഗിക്കുക, പിന്നെ ടിഷ്യൂ പേപ്പർ പോലെ വലിച്ചെറിയുക. എനിക്കത് അതിനേക്കാൾ ഹേർട്ട് ചെയ്തത് ഇന്നലെ നമ്മൾ ക്യാമറ താഴ്ത്തി സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, ചേട്ടാ പിന്നെ ഞങ്ങൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കഴിക്കാതെ പോരുതെന്ന് പറഞ്ഞപ്പോൾ അതിലൊരു ചേട്ടൻ നമ്മളടുത്ത് പറഞ്ഞു, ഇല്ല കണ്ടന്റ് കിട്ടിയാൽ മതി, അതാണ് ഞങ്ങളുടെ അന്നെന്ന്. അത് കേട്ടിട്ടാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് നിങ്ങൾ വാന്ന് നമ്മൾ പറഞ്ഞത്. കാരണം നമുക്കറിയാം, നമുക്ക് നിങ്ങളെ അറിയാം. ഇതൊന്നും കണ്ടിട്ട് മൂന്നാമതൊരു അഭിപ്രായം പറഞ്ഞത് ശരിയാവുമോ? അത് പറയണത് ശരിയാണോ? അതിലുള്ള പല കാര്യങ്ങളും ശരിയാണോ? അപ്പോൾ എനിക്കത് ഭയങ്കര ഹേർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം. എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ സൈഡിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം, അല്ലേ? ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്താണ് ആ ലിസ്റ്റ് ഉണ്ടാക്കിയെന്ന് പറയുന്നത്. പക്ഷെ അതനുസരിച്ച് ഞങ്ങൾ എൻട്രി എടുക്കാൻ കൂടി സമ്മതിച്ചില്ല എന്നുള്ളതാണ്. നമുക്ക് ഉള്ളിൽ കയറേണ്ട ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഉള്ളിൽ കയറാൻ. അത് ഓൾറെഡി നേരത്തെ ആ ഗ്രൂപ്പിലിട്ട മെസ്സേജിൽ പറയുന്നുണ്ടായിരുന്നു, ഉള്ളിൽ കയറി വീഡിയോ എടുത്താൽ സ്ട്രൈക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കയറാനുള്ള താല്പര്യമില്ലായിരുന്നു. ഞങ്ങൾ ഇത്ര ഉദ്ദേശിച്ചു വരുന്ന ആർട്ടിസ്റ്റിൻ്റെ ആ എൻട്രി ഒന്ന് എടുക്കണം, അത് മാത്രമായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. പക്ഷെ അതുകൂടി അത് പറ്റുന്നില്ല എന്ന ബൗൺസേഴ്സ് അതുകൂടി സമ്മതിച്ചില്ല എന്നുള്ളതാണ്. ഇതൊക്കെ പിന്നെ ഞങ്ങൾ വീഡിയോ കാണുമ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ ബോഡിഗാർഡിന് കൊടുത്ത നമ്മുടെ ഇവന്റ് ടീമാണ് ബോൺസേഴ്സിനെ സെറ്റ് ചെയ്തത്. അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. അതായത് എൻട്രി എടുക്കാൻ പാടില്ല എന്നുള്ള സാധനം പറഞ്ഞിട്ടില്ല. മേബി അവരകത്തോട്ട് കയറാൻ, ഞാൻ ആ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് മനസ്സിലായത് അകത്തോട്ട് കയറാൻ ചെല്ലുമ്പോഴാണ് അദ്ദേഹം ഈ പറയുന്ന സോക്കോൾ ബൗൺസർ വന്ന് വെളിയിലോട്ട് ആക്കുന്നതും. അല്ലെ, ഞാൻ കണ്ടില്ല ആ സ്റ്റെപ്പില്ലേ, സോറി കേട്ടോ, എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിലോ. അല്ലല്ല, ഞാൻ ആ വീഡിയോയിൽ കണ്ടതെന്ന് പറഞ്ഞാൽ പുള്ളി ഇങ്ങനെ ചെല്ലുന്നു, അപ്പോഴത്തേക്കാണ് തള്ളി ബാക്കിലോട്ട് കൊണ്ടുവരുന്നത്. അല്ല, എനിക്ക് അതാ ഞാൻ പറയുന്നത്. അല്ല, അതാ ഞാൻ പറയുന്നത്, എനിക്ക് മനസ്സിലായ അത്രയേ ഉള്ളൂ.
അപ്പൊ ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ എന്തെങ്കിലും ചേട്ടാ അതേടാ ഓക്കെ. Thank you.